ഇന്നത്തെ മുരളിയിൽ ബാബ ആത്മീയ ഭട്ടിയിൽ അഥവാ ഓർമ്മയുടെ യാത്രയിലിരിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യം ഓർമ്മിപ്പിക്കുന്നു. സ്നേഹസാഗരവും ഭാഗ്യവിധാതാവുമായ ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 28/7/26 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ കേടായി പോയതിനെ നേരെയാക്കുന്നവൻ, അതായത് ഭാഗ്യത്തെ ഉണ്ടാക്കുന്നവൻ ഒരു ബാബയാണ്. ആ ഒന്ന് നിങ്ങൾക്ക് നോളജ് നൽകി ഭാഗ്യശാലി ആക്കി മാറ്റുന്നു. ചോദ്യം: കുട്ടികളായ നിങ്ങളുടെ ഈ ആത്മീയ ഭട്ടിയുടെ ഒരു നിയമം ഏതാണ്? ഉത്തരം: ആത്മീയ ഭട്ടിയിൽ, അതായത് ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നവർ ഒരിക്കലും അവിടെയും ഇവിടെയുമുള്ള ചിന്തകൾ നടത്തരുത്. ഒരു ബാബയെ ഓർമ്മിക്കണം. അഥവാ ബുദ്ധി അവിടെയും ഇവിടെയും അലയുന്നു എങ്കിൽ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും, കോട്ടുവായിടും. ഇതിലൂടെ വായുമണ്ഡലം മോശമാകുന്നു, തന്നെ നഷ്ടമുണ്ടാകുന്നു. ഗീതം: ഹൃദയത്തിൻ്റെ ആശ്രയം മുറിഞ്ഞു പോകാതിരിക്കട്ടെ. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾ ഗീതത്തിൻ്റെ 2 വാക്ക് കേട്ടു. കുട്ടികൾക്ക് ജാഗ്രത ലഭിക്കുന്നു. ഈ സമയത്ത് ബ്രാഹ്മണരായ നിങ്ങളല്ലാതെ ആരെല്ലാമുണ്ടോ എല്ലാവരുടെയും ഭാഗ്യം കേടായി പോയിരിക്കുന്നു. നിങ്ങളുടേത് ഇപ്പോൾ കേടായതിൽ നിന്നും നേരെയായിക്കൊണ്ടിരിക്കുന്നു. ബാബയെ പറയുന്നത് തന്നെ ഭാഗ്യമുണ്ടാക്കുന്നവൻ എന്നാണ്. നിങ്ങൾക്കറിയാം ശിവബാബ എത്ര മധുരമാണ്. ബാബ എന്ന വാക്ക് എത്ര മധുരമാണ്. ബാബയിൽ നിന്നും സർവ ആത്മാക്കൾക്കും സമ്പത്ത് ലഭിക്കുന്നു. ലൗകിക അച്ഛനിൽ നിന്നും ആൺകുട്ടികൾക്ക് സമ്പത്ത് ലഭിക്കുന്നു, പെൺകുട്ടികൾക്ക് ലഭിക്കുന്നില്ല. ഇവിടെ ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാവരും സമ്പത്തിൻ്റെ അവകാശിയാണ്. ബാബ ആത്മാക്കളെ, അതായത് തൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ആത്മാവ് മനസ്സിലാക്കുന്നു, നമ്മളെല്ലാവരും ബ്രദേഴ്സാണ്. തീർച്ചയായും ബ്രദർഹുഡ് എന്ന് പറയുമല്ലോ. ഒരു ഭഗവാന്റെ കുട്ടികളാണ്. പിന്നെ ഇത്രയും അടിവഴക്കുകൾ എന്തുകൊണ്ട്? എല്ലാവരും പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുന്നു. അനേകം ധർമ്മങ്ങളും അനേകം മതങ്ങളുമുണ്ട്. മുഖ്യ കാര്യം ഇതാണ്: രാവണ രാജ്യത്തിൽ അടികൂടൽ തന്നെ നടക്കുന്നു. കാരണം വികാരങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. കാമവികാരത്തിൻ്റെ കാര്യത്തിലും എത്ര അടിവഴക്ക് നടക്കുന്നു. ഇങ്ങനെ ധാരാളം രാജാക്കന്മാർ യുദ്ധം ചെയ്തിട്ടുണ്ട്. കാമത്തിനു വേണ്ടി വളരെയധികം യുദ്ധം ചെയ്യുന്നു. എത്ര സന്തോഷിക്കുന്നു. ആരോടെങ്കിലും ഇഷ്ടം തോന്നുന്നു എങ്കിൽ കൊല്ലുകയും ചെയ്യുന്നു. കാമം മഹാശത്രുവാണ്. ക്രോധമുള്ളവരെ ക്രോധി എന്ന് പറയും, ലോഭമുള്ളവരെ ലോഭി എന്ന് പറയും. എന്നാൽ ആരാണോ കാമിയായവർ അവർക്ക് വളരെയധികം പേര് വയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ പറയുന്നു, അമൃത് ഉപേക്ഷിച്ച് വിഷം എന്തിനു കുടിക്കണം? ശാസ്ത്രങ്ങളിൽ അമൃത് എന്ന പേര് നൽകിയിരിക്കുന്നു. സാഗരം മഥനം ചെയ്തപ്പോൾ അമൃത് പുറത്തു വന്നതായി കാണിക്കുന്നു. കലശം ലക്ഷ്മിക്ക് നൽകിയിരിക്കുന്നു. എത്ര കഥകളുണ്ട്. ഇതിലും വലിയ കാര്യമാണ് സർവവ്യാപിയുടേത്. ഗീതയുടെ ഭഗവാൻ ആരാണ്? പതീത പാവനൻ ആരാണ്? എക്സിബിഷനിൽ മുഖ്യമായി ഇവരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. പതീത പാവനൻ ജ്ഞാനത്തിൻ്റെ സാഗരവും ആ ഒന്നിൽ നിന്നും പുറപ്പെട്ട ജ്ഞാനഗംഗകളുമാണോ, അതോ ജലത്തിൻ്റെ നദിയും സാഗരവുമാണോ? എത്ര നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിക്കുന്നു. ബാബയിരുന്ന് മനസ്സിലാക്കിക്കുന്നു. മധുരമായ കുട്ടികളെ, നിങ്ങളെ ആരാണ് പാവനമാക്കിയത്? കേടായതിനെ നേരെയാക്കുന്നവൻ ആരാണ്? ആ പതീത പാവനൻ എപ്പോൾ വരുന്നു? ഈ കളി എങ്ങനെയാണ് തയ്യാറാക്കപ്പെട്ടത്? ആരും തന്നെ അറിയുന്നില്ല. ബാബയും പറയുന്നത് തന്നെ നോളജ്ഫുൾ, ബ്ലിസ്ഫുൾ, പീസ്ഫുൾ എന്നാണ്. കേടായതിനെ നേരെയാക്കുന്നവൻ ഒന്നാണ് എന്ന പാടുപെടുകയും ചെയ്യുന്നു.
തീർച്ചയായും രാവണനാണ് നമ്മളെ കേടാക്കിയത് എന്നും മനസ്സിലാക്കുന്നു. ഇത് തോൽവിയുടെയും ജയത്തിൻ്റെയും കളിയാണ്. രാവണനെയും നിങ്ങൾ അറിയുന്നു. രാവണനെ ഭാരതവാസികൾ വർഷാവർഷം കത്തിക്കുന്നു. ഇത് ഭാരതത്തിൻ്റെ ശത്രുവാണ്. ഭാരതത്തിൽ തന്നെയാണ് ഓരോ വർഷവും കത്തിക്കുന്നത്. എപ്പോൾ മുതലാണ് കത്തിച്ചു വന്നത് എന്ന് അവരോട് ചോദിക്കൂ. അപ്പോൾ പറയും, ഇത് അനാദിയായി തുടർന്നു വരുന്നതാണ്, സൃഷ്ടി ആരംഭിക്കുന്നത് മുതൽ. ശാസ്ത്രങ്ങളിൽ എന്ത് പഠിച്ചോ അത് സത്യം സത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഖ്യമായ കാര്യം ഈശ്വരനെ സർവവ്യാപിയായി പറയുന്നതിൻ്റെതാണ്. ബാബ ഇത് പറയുന്നില്ല. ഇതാരുടെ തെറ്റാണ്? ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. തോൽവിയുടെയും ജയത്തിൻ്റെയും കളിയാണ്. മായയോട് തോറ്റാൽ തോൽവി, മായയോട് ജയിച്ചാൽ ജയം. മായയോട് എങ്ങനെയാണ് തോറ്റുപോകുന്നത്? അതും മനസ്സിലാക്കിച്ചു തരുന്നു. പൂർണ്ണമായും പകുതി കൽപ്പം രാവണ രാജ്യം നടക്കുന്നു. ഒരു സെക്കൻഡിൻ്റെ പോലും വ്യത്യാസമുണ്ടാവുക സാധ്യമല്ല. രാമരാജ്യത്തിൻ്റെ സ്ഥാപനയും രാവണ രാജ്യത്തിൻ്റെ വിനാശവും അതിൻ്റേതായ സമയത്ത് ആക്യുറേറ്റായി നടക്കുന്നു. സത്യയുഗത്തിൽ ലങ്ക ഉണ്ടായിരിക്കുന്നില്ല. അത് ബുദ്ധധർമ്മത്തിൻ്റെ ഖണ്ഡമാണ്. വിദ്യാസമ്പന്നരായവരുടെ ബുദ്ധി ലണ്ടൻ ഈ ഭാഗത്താണ്, അമേരിക്ക ഈ ഭാഗത്താണ് എന്നതുണ്ടായിരിക്കും. പഠനത്തിലൂടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കുന്നു, പ്രകാശം വരുന്നു. ഇതിനെ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം എന്ന് പറയുന്നു. വൃദ്ധകൾക്ക് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇവർക്ക് ഒരു മുഖ്യമായ കാര്യം ധാരണ ചെയ്യണം. അതുതന്നെയാണ് അന്തിമത്തിൽ ഉപയോഗത്തിൽ വരുന്നത്. മനുഷ്യർ ശാസ്ത്രങ്ങൾ ധാരാളം പഠിക്കുന്നു. എന്നിരുന്നാലും അവസാനം ഒരു വാക്കാണ് പറയുന്നത്, രാമ രാമ എന്ന് പറയൂ. ശാസ്ത്രം കേൾപ്പിക്കൂ, വേദം കേൾപ്പിക്കൂ എന്നൊന്നും പറയുന്നില്ല. അവസാനം രാമനെ ഓർമ്മിക്കൂ എന്ന് പറയും. ആര് കൂടുതൽ സമയം എന്ത് ചിന്തയിലിരിക്കുന്നു, അന്തിമത്തിൽ അത് തന്നെയായിരിക്കും ഓർമ്മ വരുന്നത്. ഇപ്പോൾ വിനാശം എല്ലാവരുടേതും ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം എല്ലാവരും ആരെയാണ് ഓർമ്മിക്കുന്നത്. ചിലർ കൃഷ്ണനെ, ചിലർ തൻ്റെ ഗുരുവിനെ ഓർമ്മിക്കും, ചിലർ തൻ്റെ ദേഹത്തിൻ്റെ ബന്ധുക്കളെ ഓർമ്മിക്കും. ദേഹത്തെ ഓർമ്മിച്ചുവെങ്കിൽ കളി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഒരേ ഒരു കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ചാർട്ട് വയ്ക്കൂ. നമ്മൾ എത്രത്തോളം ഓർമ്മിക്കുന്നുണ്ട്. എത്ര ഓർമ്മിക്കുമോ അത്രയും പാവനമായിക്കൊണ്ടിരിക്കും. ഗംഗയിൽ സ്നാനം ചെയ്യുന്നതിലൂടെ പാവനമാകും എന്നല്ല, ആത്മാവിൻ്റെ കാര്യമാണല്ലോ. ആത്മാവ് തന്നെയാണ് പതീതവും, ആത്മാവ് തന്നെയാണല്ലോ പാവനവും ആകുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ആത്മാവ് ഒരു സ്റ്റാറാണ്, ബിന്ദുവാണ്. ഭൃഗുടി മധ്യത്തിൽ നിവസിക്കുന്നു. ആത്മാവാകുന്ന സ്റ്റാർ അതിസൂക്ഷ്മമാണ് എന്ന് പറയുന്നു. കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ കൽപ്പത്തിൻ്റെ സംഗമയുഗത്തിൽ വരുന്നു. അവർ പിന്നെ കൽപ്പം എന്ന വാക്കുപേക്ഷിച്ച് യുഗേ യുഗേ എന്ന വാക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യർ തലകീഴായി മനസ്സിലാക്കി, ഞാൻ പറഞ്ഞിട്ടുണ്ട് കൽപ്പകൽപ്പങ്ങളിൽ സംഗമയുഗത്തിൽ വരുന്നു. ഘോര അന്ധകാരത്തിൻ്റെയും ഘോര പ്രകാശത്തിൻ്റെയും സംഗമത്തിൽ. ബാക്കി യുഗങ്ങൾ തോറും വരേണ്ട ആവശ്യമേ ഇല്ല. പടികൾ ഇറങ്ങി തന്നെയാണ് വരുന്നത്. എപ്പോഴാണോ പൂർണ്ണമായും 84 ജന്മങ്ങളുടെ പടി ഇറങ്ങുന്നത്, അപ്പോൾ ബാബ വരുന്നു. ഈ ജ്ഞാനം മുഴുവൻ ലോകത്തിനും വേണ്ടിയുള്ളതാണ്. സന്യാസിമാർ പറയുന്നു, ഇവരുടെ ഈ ചിത്രമെല്ലാം സാങ്കല്പികമാണ്. എന്നാൽ സാങ്കല്പികമായ ഒരു കാര്യവും ഇതിലില്ല. ഇത് സർവർക്കും മനസ്സിലാക്കിച്ചു തരുന്നു. ഇല്ലെങ്കിൽ മനുഷ്യർക്ക് എങ്ങനെ അറിയാൻ കഴിയും? അതിനാൽ ഈ ചിത്രങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഈ എക്സിബിഷൻ ദേശദേശാന്തരങ്ങളിൽ അനേകം നടന്നുകൊണ്ടിരിക്കും. ബാബ പറയുന്നു, വളരെയധികം ഭാരതവാസികളായ കുട്ടികളുണ്ട്. എല്ലാവരും കുട്ടികൾ തന്നെയാണല്ലോ.
ഇത് അനേകം ധർമ്മങ്ങളുടെ വൃക്ഷമാണ്. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇവരെല്ലാം കാമച്ചിതയിൽ ഇരുന്ന് എരിഞ്ഞ് മരിച്ചു. സത്യയുഗത്തിൽ ആരാണോ ആദ്യം വരുന്നത് അവർ തന്നെ പിന്നെ ആദ്യം ദ്വാപരം മുതൽ കാമാഗ്നിയിൽ എരിയുന്നു. അതിനാൽ കറുത്തുപോയി. ഇപ്പോൾ എല്ലാവരുടെയും സദ്ഗതി ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ നിമിത്തമാകുന്നു. നിങ്ങളുടെ പിന്നാലെ സർവരുടെയും സദ്ഗതി ഉണ്ടാകേണ്ടതുണ്ട്. ബാബ എത്ര സഹജമായ രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. പറയുന്നു, കേവലം ബാബയെ ഓർമ്മിക്കൂ. ആത്മാവ് തന്നെയാണ് ദുർഗതി പ്രാപിച്ചത്. ആത്മാവ് പതീതമാകുന്നതിലൂടെ ശരീരവും ഇങ്ങനെയുള്ളത് ലഭിക്കുന്നു. ആത്മാവിനെ പാവനമാക്കാനുള്ള യുക്തി ബാബ തീർത്തും സഹജമായി പറഞ്ഞു തരുന്നു. ത്രിമൂർത്തിയുടെ ചിത്രത്തിൽ ബ്രഹ്മാവിന്റെ ചിത്രം കണ്ട് മനുഷ്യർ നിലവിളിക്കുന്നു. ഇദ്ദേഹത്തെ ബ്രഹ്മാവ് എന്നെന്തുകൊണ്ട് പറയുന്നു? ബ്രഹ്മാവാണെങ്കിൽ സൂക്ഷ്മവതനവാസിയായ ദേവതയാണ്. എവിടെ നിന്ന് വന്നു? ഈ ദാതയാണെങ്കിൽ പ്രശസ്തനായിരുന്നു. പത്രങ്ങളിൽ എല്ലായിടത്തും വന്നു. ഒരു രത്ന വ്യാപാരി പറയുന്നു, ഞാൻ ശ്രീകൃഷ്ണനാണ്, എനിക്ക് 16,108 റാണിമാർ വേണം എന്ന്. അപഹരണമാണ് എന്ന വലിയ കോലാഹലമുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോരുത്തർക്കും വേണ്ടി ആര് തലയിട്ടടിക്കും, അതായത് ബുദ്ധിമുട്ടും? ഇത്ര അനേകം മനുഷ്യരുണ്ട്. ആബോയിലും ആരെങ്കിലും വരുന്നുവെങ്കിൽ ഉടൻ പറയും, ബ്രഹ്മകുമാരിമാരുടെ അടുക്കലാണോ പോകുന്നത്? അവരാണെങ്കിൽ മാന്ത്രിക വിദ്യ ചെയ്യുന്നു. സ്ത്രീ പുരുഷന്മാരെ സഹോദരൻ ആക്കി മാറ്റുന്നു. നീട്ടി വിസ്തരിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് തല കേടാക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ ജ്ഞാനസാഗരമെന്നും വേൾഡ് ഓൾമൈറ്റി അതോറിറ്റി എന്നും പറയുന്നു. വേൾഡ് ഓൾമൈറ്റി എന്നാൽ സർവശക്തിമാൻ, സർവവേദങ്ങളും ശാസ്ത്രങ്ങളും അറിയുന്നവൻ. വലിയ വിദ്വാനെയും അതോറിറ്റി എന്ന് പറയുന്നു. കാരണം അവർ സർവവേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിക്കുന്നു. പിന്നെ ബനാറസിൽ പോയി ടൈറ്റിൽ നേടി വരുന്നു. മഹാമഹോപാധ്യായ, ശ്രീ 108 സരസ്വതി, ഈ എല്ലാ ടൈറ്റിൽസും അവിടെ നിന്നാണ് ലഭിക്കുന്നത്. ആര് വളരെയധികം സമർത്ഥമായിരിക്കുന്നോ അവർക്ക് വലിയ ടൈറ്റിൽ ലഭിക്കുന്നു. ശാസ്ത്രങ്ങളിൽ ജനകനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, സത്യമായ ബ്രഹ്മജ്ഞാനം ആരെങ്കിലും എന്നെ കേൾപ്പിക്കട്ടെ. ഇപ്പോൾ ബ്രഹ്മജ്ഞാനമില്ല. കാര്യങ്ങൾ മുഴുവൻ ഇവിടുത്തേതാണ്. വലിയ കഥ ഉണ്ടാക്കിയിരിക്കുന്നു. ശങ്കർ പാർവതിയുടെയും കഥ എഴുതപ്പെട്ടിരിക്കുന്നു. എത്ര കഥകൾ ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നു. ശങ്കർ പാർവതിയെ കഥ കേൾപ്പിച്ചു. വാസ്തവത്തിൽ ശിവനായിരുന്നു. അവർ പിന്നെ ശങ്കർ പാർവതി എന്ന നാമം നൽകിയിരിക്കുന്നു. ഭാഗവതത്തിലും മറ്റുമെല്ലാം ഈ സമയത്തെ കാര്യങ്ങളാണുള്ളത്. പിന്നെ കഥയിൽ പറയുന്നു, ആ ഒന്നിന് ചിന്ത വന്നു. രാജാവിന് ഈ ജ്ഞാനം പോയി നൽകട്ടെ. ബാബയും മനസ്സിലാക്കിച്ചു തരുന്നു, രാജാക്കന്മാർക്ക് പോയി ജ്ഞാനം നൽകൂ. നിങ്ങൾ തന്നെയാണ് സൂര്യവംശി ആയിരുന്നത്. പിന്നെ ചന്ദ്രവംശി, വൈശ്യവംശി, ശൂദ്രവംശിയായി. നിങ്ങളുടെ രാജധാനി തന്നെ സമാപ്തമായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും സൂര്യവംശി രാജധാനി നേടണമെങ്കിൽ പുരുഷാർത്ഥം ചെയ്യൂ. രാജയോഗം പഠിപ്പിക്കുന്ന ബാബ വന്നിരിക്കുന്നു. പിന്നെ വന്ന് പരിധിയില്ലാത്ത സ്വരാജ്യം നേടൂ. രാജാക്കന്മാരുടെ അടുക്കലും വളരെയധികം കത്തുകൾ പോകുന്നു. പിന്നെ അവർക്ക് ലഭിക്കുന്നതൊന്നുമില്ല. അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കത്തുകൾ നോക്കുന്നത്. എത്ര കത്തുകൾ വലിച്ചെറിയുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലും ആവശ്യമുള്ള കാര്യമാണെങ്കിൽ രാജാവിനെ കാണിക്കുന്നു. അഷ്ടാവക്രൻ സെക്കൻഡിൽ ജനകന് ജീവൻ മുക്തിയുടെ സാക്ഷാത്കാരം ചെയ്യിച്ചതായി പറയുന്നു. ഇതും ഇപ്പോഴത്തേതാണ്. ഇപ്പോൾ ബാബ എത്ര നല്ല രീതിയിലിരുന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കുന്നു. മനസ്സിലാക്കുന്നവരല്ല എങ്കിൽ അവർ ഇവിടെയും അവിടെയും നോക്കിക്കൊണ്ടിരിക്കും. ബാബ ഉടൻ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിയിൽ ഒന്നും ഇരിക്കുന്നില്ല. ബാബ 4 ഭാഗത്തും നോക്കുന്നുമുണ്ട്. എല്ലാവരും
നല്ല രീതിയിൽ കേൾക്കുന്നുണ്ടോ? ഇവരുടെ ബുദ്ധി എവിടെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു? കോട്ടുവായിട്ടുകൊണ്ടിരിക്കുന്നു. ജ്ഞാനം ബുദ്ധിയിൽ ഇരിക്കുന്നില്ല എങ്കിൽ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും. നഷ്ടമുണ്ടാകുന്നു. കറാച്ചിയിൽ ഈ കുട്ടികളുടെ ഭട്ടി ഉണ്ടായിരുന്നു. ആരെങ്കിലും ഉറക്കം തൂങ്ങുമായിരുന്നു എങ്കിൽ പിന്നെ ഉടൻ പുറത്താക്കുമായിരുന്നു. നമ്മൾ തന്നെയാണ് ഇരുന്നത്. പുറത്തുള്ള ആരും വരുമായിരുന്നില്ല. തുടക്കത്തിൽ ഇവരുടെ വലിയ പാർട്ട് നടന്നു. നീണ്ട ഹിസ്റ്ററിയാണ്. തുടക്കത്തിൽ പെൺകുട്ടികൾ വളരെയധികം ധ്യാനത്തിൽ പോകുമായിരുന്നു. ഇന്ദ്രജാലമാണ് എന്നിപ്പോൾ വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരംപിത പരമാത്മാവിനെ ഇന്ദ്രജാലക്കാരൻ എന്ന് പറയുന്നല്ലോ. ഇന്നയാൾക്ക് വളരെ സ്നേഹമുണ്ട് എന്ന് ശിവബാബ കാണുമ്പോൾ നോക്കുമ്പോൾ തന്നെ ഉടൻ ധ്യാനത്തിലേക്ക് പോകുന്നു. വൈകുണ്ഠം ഭാരതവാസികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ആരെങ്കിലും മരിക്കുകയാണ് എങ്കിലും പറയുന്നു വൈകുണ്ഠവാസിയായി, സ്വർഗവാസിയായി. ഇപ്പോൾ ഇത് നരകം തന്നെയാണ്. എല്ലാവരും നരകവാസിയാണ്. അതിനാലാണ് പറയുന്നത് ഇന്നയാൾ സ്വർഗവാസിയായി. എന്നാൽ സ്വർഗത്തിലേക്ക് ആരും പോകുന്നതേയില്ല. ഇപ്പോൾ കേവലം നിങ്ങളാണ് ഇതറിയുന്നത്. നമ്മൾ സ്വർഗവാസിയായിരുന്നു, പിന്നെ 84 ജന്മമെടുത്ത് നരകവാസി ആയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ബാബ സ്വർഗവാസി ആക്കിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ രാജധാനിയാണുള്ളത്. രാജധാനിയിൽ വളരെയധികം പദവികളുണ്ട്. പുരുഷാർത്ഥം ചെയ്ത് നരനിൽ നിന്നും നാരായണൻ ആകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ഈ മമ്മയും ബാബയും ഭാവിയിൽ ലക്ഷ്മി നാരായണനാകുന്നു. ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാൽ പറയുന്നു ഫോളോ മദർ ഫാദർ. എങ്ങനെയാണോ ഇവർ പുരുഷാർത്ഥം ചെയ്യുന്നത് നിങ്ങളും ചെയ്യൂ. ഇവരും ഓർമ്മയിലിരിക്കുന്നു. സ്വദർശന ചക്രധാരിയാകുന്നു. നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ, സമ്പത്തിനെ ഓർമ്മിക്കൂ, ത്രികാലദർശിയാകൂ. നിങ്ങൾക്ക് ഈ മുഴുവൻ ചക്രത്തിൻ്റെയും ജ്ഞാനമുണ്ട്. ഇതിൽ തൽപരരായിരിക്കൂ. മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ടിരിക്കൂ. ഈ സർവീസിൽ തന്നെ മുഴുകിയിരിക്കുമെങ്കിൽ മറ്റേതെങ്കിലും തൊഴിലോ മറ്റോ ഓർമ്മ വരികയില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സത്യയുഗത്തിൽ ഉയർന്ന പദവി നേടുന്നതിനായി മാതാപിതാക്കളെ പൂർണ്ണമായും ഫോളോ ചെയ്യണം. അവർക്ക് സമാനം പുരുഷാർത്ഥം ചെയ്യണം. സേവനത്തിൽ തൽപരരായിരിക്കണം. ഏകാഗ്രമായി പഠിക്കണം. ഓർമ്മയുടെ സത്യമായ ചാർട്ട് വയ്ക്കണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ദേഹത്തെയും ദേഹധാരികളെയും ഓർമ്മിക്കരുത്. വരദാനം: തൻ്റെ ഹയസ്റ്റ് പൊസിഷനിൽ സ്ഥിതി ചെയ്ത് ഓരോ സങ്കല്പവും വാക്കും കർമ്മവും ചെയ്യുന്ന സമ്പൂർണ്ണ നിർവികാരിയായി ഭവിക്കട്ടെ. സമ്പൂർണ്ണ നിർവികാരി എന്നാൽ ഏതെങ്കിലും ശതമാനത്തിൽ പോലും ഏതെങ്കിലും വികാരത്തിൻ്റെ നേർക്ക് ആകർഷണം ഉണ്ടാകാതിരിക്കുക. ഒരിക്കലും അതിന് വശംവദർ ആകാതിരിക്കുക. ഹയസ്റ്റ് പൊസിഷനുള്ള ആത്മാക്കൾക്ക് ഏതെങ്കിലും സാധാരണ സങ്കല്പം പോലും നടത്താൻ സാധിക്കില്ല. അതിനാൽ എപ്പോൾ ഏതെങ്കിലും സങ്കല്പമോ കർമ്മമോ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യൂ. പേര് ഏതുപോലെ ഉയർന്നതാണോ അതേപോലെ പ്രവൃത്തി ഉയർന്നതാണോ? അഥവാ പേര് ഉയർന്നതും പ്രവൃത്തി താഴ്ന്നതും ആണെങ്കിൽ പേരിന് ദുഷ്പേര് ഉണ്ടാക്കുകയാണ്. അതിനാൽ ലക്ഷ്യം അനുസരിച്ച് ലക്ഷണം ധാരണ ചെയ്യൂ. അപ്പോൾ സമ്പൂർണ്ണ നിർവികാരി, അതായത് ഹോളിയസ്റ്റ് ആത്മാവ് എന്ന് പറയും. സ്ലോഗൻ: കർമ്മം ചെയ്യുമ്പോൾ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമായ ബാബയുടെ സ്മൃതി ഉണ്ടായിരിക്കുമെങ്കിൽ സ്വപുരുഷാർത്ഥത്തിൻ്റെയും യോഗത്തിൻ്റെയും ബാലൻസ് ശരിയായിരിക്കും.
അവ്യക്ത സൂചന ജ്വാലാസ്വരൂപ സ്ഥിതിയിലിരുന്ന് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. ഈ കലിയുഗി തമോപ്രധാനവും ജീർണിച്ചതുമായ വൃക്ഷത്തിൻ്റെ ദുർദശ കാണുമ്പോൾ ബ്രഹ്മബാബയ്ക്ക് സങ്കല്പം വരുന്നു, ഇപ്പോൾ തന്നെ കുട്ടികളുടെ തപസ്വി രൂപത്തിലൂടെ യോഗാഗ്നിയിലൂടെ ഈ പഴയ വൃക്ഷത്തെ ഭസ്മമാക്കട്ടെ എന്ന്. എന്നാൽ ഇതിനു വേണ്ടി സംഘടിത രൂപത്തിൽ ഫുൾ ഫോഴ്സോടെ യോഗജ്വാല പ്രജ്വലിതം ആകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ബ്രഹ്മബാബയുടെ ഈ സങ്കല്പത്തെ സാകാരത്തിൽ കൊണ്ടുവരൂ. ഓം ശാന്തി. മനസ്സിൽ ഇങ്ങനെ സങ്കൽപ്പിക്കൂ, സൂക്ഷ്മ നക്ഷത്രം പോലെ തിളങ്ങുന്ന പ്രകാശ ബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് പുരിക മധ്യത്തിൽ ഭൃഗുടിയിൽ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും വർണ്ണാഭമായ പ്രകാശം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ബുദ്ധിയിൽ തൻ്റെ ഈ അതിസൂക്ഷ്മ ആത്മസ്വരൂപത്തെ കാണൂ. അല്പസമയം ആ സ്വരൂപത്തിൽ തന്നെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കൂ. പിന്നെ മനസ്സിൽ ഈ സങ്കല്പം രചിക്കൂ. ആത്മാവായ ഞാൻ സൂക്ഷ്മ പ്രകാശ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്വരൂപത്തെ കാണുകയും മനസ്സിനെയും ബുദ്ധിയെയും ഈ സ്വരൂപത്തിൽ സ്ഥിരമാക്കുകയും ചെയ്യൂ. ചിന്തിക്കൂ, സൂക്ഷ്മ ശരീരധാരിയായ ഞാൻ ആത്മാവ് സൂക്ഷ്മ ശരീരസഹിതം സ്ഥൂലദേഹത്തു നിന്നും വേർപെട്ട് സൂക്ഷ്മലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം ഇതിൽ ഏകാഗ്രമാക്കൂ. വീണ്ടും സങ്കല്പം രചിക്കൂ. ഞാൻ സമ്പൂർണ്ണ ഫരിഷ്തയാണ്. ഫരിഷ്തയായ ഞാൻ സൂക്ഷ്മലോകത്തിൽ ബാപ് ദാദയുടെ സമക്ഷം ഉപസ്ഥിതനാണ്. ഇപ്രകാരം സൂക്ഷ്മലോകത്തിൽ സൂക്ഷ്മ ശരീരധാരിയായി അവ്യക്ത ബാപ് ദാദയുടെ മുന്നിലിരിക്കുന്നതായി സ്പഷ്ടമായി കാണുകയും അനുഭവിക്കുകയും ചെയ്യൂ. ബാപ് ദാദയുടെ ഭൃഗുടിയിൽ നിന്നും അതീവ സുന്ദരവും തേജസ്വിയുമായ പ്രകാശകിരണങ്ങൾ എന്നിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പസമയം ഈ സ്ഥിതിയിൽ ഏകാഗ്രമാകുന്നതിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കൂ. വീണ്ടും സങ്കൽപ്പിക്കൂ, ആത്മാവായ ഞാൻ എൻ്റെ
സൂക്ഷ്മ ശരീരത്തെ സൂക്ഷ്മലോകത്ത് സ്ഥിതി ചെയ്യിച്ചുകൊണ്ട് പരമധാമത്തിലേക്ക് ഒരു പ്രകാശബിന്ദുവായി സഞ്ചരിക്കുന്നു. ബുദ്ധി കൊണ്ട് ആ ദൃശ്യം കാണുന്നതിന് ശ്രമിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് ദിവ്യപ്രകാശം നിറഞ്ഞ ഈ പരമധാമത്തിൽ ജ്ഞാനസൂര്യനായ ശിവബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നതായി വിഭാവന ചെയ്യൂ. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ അനന്ത ശക്തികളുടെയും ഗുണങ്ങളുടെയും തേജസ്വി കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ശിവബാബയുടെ കിരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും സ്ഥിരമാക്കൂ. വീണ്ടും മുന്നിൽ ഈ ദൃശ്യം കൊണ്ടുവരൂ. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ അരികിൽ നിന്നും ഞാൻ താഴേക്ക് വരികയാണ്. സൂക്ഷ്മലോകത്തിൽ വന്ന് എൻ്റെ സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്ത രൂപത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. പിന്നെ സൂക്ഷ്മ ശരീര സഹിതം താഴേക്ക് സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു.